എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ എല്ലാവരും പൂരി ഉണ്ടാക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് പൂരി കിട്ടുന്ന സമയത്ത് പൂരി നല്ലവണ്ണം എണ്ണ കുടിച്ചിട്ടുണ്ടാവും. അഥവാ എണ്ണ കുടിക്കാത്ത പൂരിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഹാർഡായിരിക്കും. ഇങ്ങനെ വരാതെ നല്ല സോഫ്റ്റ് ആയിട്ട് എണ്ണ കുടിക്കാത്ത പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണിലും കുറച്ചും കൂടെ കൂടുതൽ റവ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ്. 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുഴയ്ക്കുന്നതിന് വേണ്ടി സാധാരണ പച്ചവെള്ളമാണ് എടുക്കുന്നത്. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും കൂടി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അധികം സോഫ്റ്റ് ആയിട്ടല്ല കുഴച്ചെടുക്കുന്നത്. അഥവാ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ഇത് കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ ബോളാക്കിയതിന് ശേഷം 5 മിനിറ്റ് റെസ്റ്റ് ചെയ്താലും മതി. ഞാനിവിടെ ബോളാക്കിയതിന് ശേഷം 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയിലാണ് ഇവിടെ പൂരി ഉണ്ടാക്കുന്നത്. വളരെ കുറച്ചെണ്ണ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. പൂരി ഉണ്ടാക്കുന്ന എണ്ണയിൽ തന്നെ ഉരുളകളൊന്നും മുക്കി പരത്തിയെടുക്കാം. ഇതുപോലെ ചെയ്യാൻ വശമില്ലാത്തവർ ഒരു ചെറിയ പാത്രത്തിൽ എണ്ണ എടുത്ത് അതിലൊന്ന് മുക്കി പരത്തിയെടുത്താൽ മതി. എല്ലാ ഭാഗവും ഒരേ വണ്ണത്തിൽ പരത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണ ചൂടാകുന്ന സമയത്ത് പൂരി പരത്തി വെക്കാം. എണ്ണ ചൂടാകുമ്പോൾ പൂരി ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഈ സമയത്ത് തീയിട്ട് കൊടുക്കുന്നത്. എണ്ണ കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൂരി കരിഞ്ഞു പോകും. തീരെ ചൂട് കുറവാണെങ്കിൽ അത് ശരിക്ക് പൊങ്ങി വരാതിരിക്കും. എണ്ണയുടെ ചൂടും പൂരിയുടെ കൂട്ടും കറക്റ്റാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ പൂരി പൊങ്ങി വരും. പൂരി ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കുമോ ഹാർഡായി പോകുമോ എന്നൊക്കെയുള്ള പ്രശ്നമുള്ളവർ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ ഈ പൂരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കണം. ആക്ടിവേറ്റ് ആക്കുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.